അടിയന്തരാവസ്ഥയെ ഓർമ്മിപ്പിച്ച രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗം. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഈ ഭാഗം വായിച്ചപ്പോൾ പ്രതിപക്ഷം പ്രതിഷേധിച്ചു. സ്പീക്കർ ഓം ബിർളയുടെ വിവാദ പ്രമേയത്തിന് ശേഷമാണ് രാഷ്ട്രപതിയും ഇക്കാര്യം പരാമർശിച്ചത്. ചോദ്യപേപ്പർ ചോർച്ച തടയാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും രാഷ്ട്രപതി പറഞ്ഞു. ഡി ധനസുമോദ് വിവരങ്ങളുമായി. ധനസുമോദ്, എന്താണ് നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ വിശദാംശം? ഇന്ന് രാഷ്ട്രപതിയുടെ ഈ മൂന്നാം മോദി സർക്കാരിൻ്റെ 18ാം സഭയുടെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗമാണ് ഇന്ന് നടത്തിയത്. ആദ്യ നയപ്രഖ്യാപന പ്രസംഗം ആരംഭിച്ചപ്പോൾ തന്നെ ഓം ബിർളയെ അഭിനന്ദിച്ചും പുതിയ എംപിമാരെ അഭിനന്ദിച്ചുമാണ് തുടങ്ങിയെങ്കിൽ പോലും പിന്നീട് രാഷ്ട്രപതിയും ഓം ബിർളയ്ക്ക് പിന്നാലെ ഒരു വിവാദ പരാമർശത്തിലേക്ക് തന്നെ നയപ്രഖ്യാപനത്തിൽ ഉൾപ്പെടുത്തുകയായിരുന്നു. അത് അടിയന്തരാവസ്ഥയെ ഇത് കറുത്ത ദിനമാണ് എന്ന് തന്നെയാണ് പറഞ്ഞത്. നേരത്തെ ഇന്നലെ സ്പീക്കർ ഇത്തരത്തിലുള്ള ഒരു അജണ്ടയിൽ ഇല്ലാത്ത പ്രമേയം അവതരിപ്പിച്ചത് വലിയ തരത്തിലുള്ള ഒച്ചപ്പാട് ലോക്സഭയിൽ സൃഷ്ടിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇക്കാര്യം കൂടി പറഞ്ഞത്. പിന്നീട് മറ്റൊരു ഒച്ചപ്പാടിലേക്ക് നയിച്ചത് ഈ രാജ്യത്തെ ജനങ്ങൾ ഈ സർക്കാരിന്, അതായത് നേരത്തെ രാജ്യം ഭരിച്ചിരുന്ന സർക്കാരിന്, 10 വർഷമായി ഭരിക്കുന്ന മോദി സർക്കാരിന് വീണ്ടും ഒരു മികച്ച ഒരു ഭൂരിപക്ഷത്തിൽ ഒരവസരം കൂടി നൽകി എന്ന് പറഞ്ഞപ്പോഴാണ് ഒരു പിന്നീട് പ്രശ്നത്തിലുണ്ട് ഇതിനകം തന്നെ വിവാദമായത്. കാരണം BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇട്ടില്ല എന്നുള്ള ഒരു സാധനം തന്നെ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ പ്രതിപക്ഷം ബഹളം തുടങ്ങിയത്. ഇതുകൂടാതെ മറ്റൊരു പരാമർശം നടത്തിയത് നീറ്റുമായി ബന്ധപ്പെട്ടായിരുന്നു. കാര്യം നീറ്റ് പരീക്ഷ അട്ടിമറി ആ തരത്തിലുള്ള ഒരു അന്വേഷണം നടത്തുന്നത് ഒരു ഉത്തരവാദിത്വം എന്നും ഉറപ്പിക്കും. ഇതിൽ രാഷ്ട്രപതി നടത്തിയ നയപ്രഖ്യാപനത്തിലെ ഒരു വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ ഒരു പ്രധാന പ്രശ്നം ഇത് രാഷ്ട്രീയവൽക്കരിക്കരുത് എന്നുള്ള ഒരു ഉപദേശം കൂടിയാണ് രാഷ്ട്രപതി പ്രതിപക്ഷത്തിന് നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഇത് ഒറ്റക്കെട്ടായി ഈ പ്രശ്നം പരിഹരിക്കണം എന്നുള്ള ഒരു കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇത് ഒരു പരീക്ഷ സുതാര്യമായി നടത്താൻ വേണ്ടി എന്നും ഒപ്പമുണ്ടാകും എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞത്. ഇതുകൂടാതെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാം. മണിപ്പൂരിൻ്റെ പേരെടുത്ത് പറഞ്ഞില്ല എങ്കിൽ പോലും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുമെന്നുള്ള ഒരു ഉറപ്പ് കൂടി രാജ്യത്തിന് നൽകിയായിരുന്നു. ഇതുകൂടാതെ വിശദാംശങ്ങളാണ് ഡി ധനസുമോദ് പങ്കുവച്ചത്.